എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ മലയാളി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ ആദ്യ രാജവെമ്പാല എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു മാസത്തിനുള്ളിൽ കാഠ്മണ്ഡുവിലും പരിസരത്തുമായി കണ്ടെത്തിയത് 9 രാജവെമ്പാലയടക്കം 10 പാമ്പുകളെയാണ്. കാലാവസ്ഥ വ്യതിയാനമാണ് ഇതിന് കാരണമെന്നാണ് വിദഗ്ധർ അനുമാനിക്കുന്നത്. സാധാരണയായി നെൽവയലുകൾ, ചതുപ്പുകൾ, കണ്ടൽക്കാടുകൾ തുടങ്ങിയ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഈർപ്പമുള്ള പ്രദേശങ്ങളിലുമാണ് ഈ പാമ്പുകളെ കാണാറ്. എന്നാൽ ഇപ്പോൾ ഹിമാലയൻ മേഖലയ്ക്ക് സമീപം എവറസ്റ്റിൽ നിന്ന് വെറും 160 കിലോമീറ്റർ അകലെയായിട്ടാണ് ഇവയെ കണ്ടെത്തിയിരിക്കുന്നത്. എവറസ്റ്റിന് പരിസരത്തുണ്ടായിരിക്കുന്ന രാജവെമ്പാലകളുടെ ഈ സാന്നിധ്യം ആഗോളതാപനത്തിന്റെ വ്യാപകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. പാരിസ്ഥിതികമായ ദുരന്തങ്ങളുടെ സൂചന, സാമൂഹികമായ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം മുൻനിർത്തി വലിയ ആശങ്കയാണ് പാമ്പുകൾ പ്രത്യക്ഷപ്പെട്ട സംഭവം ഉയർത്തിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പാണ് രാജവെമ്പാല. 18 അടി വരെയാണ് ഇവയുടെ നീളം. വലിയ വിഷമുള്ള ഇവയെ സാധാരണയായി ഇന്ത്യ, തെക്കുകിഴക്കൻ ഏഷ്യ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലെ ഇടതൂർന്ന ഉയർന്ന പ്രദേശങ്ങളിലെ വനങ്ങളിലാണ് കാണാറുള്ളത്. നേപ്പാളിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഇവയെ കാണുന്നത് വളരെ അപൂർവമാണ്. വനത്തിനുള്ളിൽ കണ്ടെത്തിയ പാമ്പുകളുടെ മുട്ടകളും മറ്റും ഇവ ഈ പ്രദേശത്ത് തന്നെ കഴിയാനും പ്രജനനം നടത്താനും സാധ്യതയുണ്ടെന്നാണ് സൂചന.